സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ ഇവിടെ എത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി വന്നിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നുള്ളതാണ്. രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി ചെയ്യാൻ വന്നതാ. തിരക്കുണ്ടോ? അങ്ങനെ ഇല്ലല്ല, വലിയതൊന്നും ഇല്ലല്ലോ. തിരക്ക് 11 മണിക്ക് ശേഷം തിരക്കുണ്ടാവുള്ളൂ. അത് വിചാരിച്ചാൽ രാവിലെ പോകുന്നത്. മഴ ഇപ്പോൾ മഴ അല്പം തോർന്നു. മഴ കുറഞ്ഞു. മഴ രാവിലെ തൊട്ട് കുറവാ. എങ്ങനെയാണ്? കുഴപ്പമില്ല. തിരക്ക് പല ബൂത്തുകളുള്ള കാരണം കുറവാണല്ലേ? കുറവാണ്. കുഴപ്പമില്ല. ഇപ്പോൾ മഴ കുറച്ച് മാറി നിന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഈ സമയത്താണ് സാധാരണ വരാറ് അതോ ഫസ്റ്റ് ടൈം? ആദ്യം പുതിയ ന്യൂ ഓർഡറാണ്. 10 ഇയർ ഗ്യാപ്പിൽ ഫസ്റ്റ് ടൈം. 10 ഇയർ ഗ്യാപ്പിൽ ഫസ്റ്റ് ടൈം. ഇവിടെ ഉണ്ടായിരുന്നില്ല നാട്ടിൽ? ഈ ഘട്ടത്തിൽ വന്നപ്പോൾ വോട്ട് ചെയ്യാണ്? വോട്ടിനായിട്ട് വന്നതാണ്. ശരി. അത്രത്തോളം വാശിയേറിയിട്ടുള്ള വലിയ ആവേശമാണ് നമുക്ക് ഇവിടെ മൊത്തത്തിൽ കാണാൻ കഴിയുന്നത്. ഇലക്ഷൻ ജയിക്കട്ടെ, ഞങ്ങളെ പാർട്ടി ജയിക്കട്ടെ. പക്ഷെ റിവീൽ ചെയ്യാൻ പാടില്ല. ശരി തീർച്ചയായും. ശരി. പിന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെ ആവേശം തന്നെയാണ് മണ്ഡലത്തിലാകെ അത് നിറഞ്ഞു. ഭയങ്കര ആവേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാസിയേറിയ മത്സരമാണ്. ശരി. അപ്പോൾ നേരത്തെ നമ്മൾ ആ പ്രതികരണത്തിൽ കണ്ടതുപോലെ ദുബായിൽ നിന്ന് വന്നതാണ്, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എത്തിയതാണ്. 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഈ വോട്ട് ചെയ്യുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തീവ്രതയും ആവേശവും വാശിയും ഒക്കെ തന്നെ അവരൊറ്റ പ്രതികരണത്തോടുകൂടി തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കാരണം അത്രത്തോളം ആവേശം ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ നിലനിൽക്കുന്നുണ്ട്. ആവേശ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ആവശ്യമില്ലാത്തൊരു തെരഞ്ഞെടുപ്പ്, അതിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നതിനേക്ക് അപ്പുറത്ത് സാധാരണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും വോട്ട് ചെയ്യാനില്ലാത്ത ആളുകളെ മണ്ഡലത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണോ? അതായത് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പാറ്റേൺ ആണ്, ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മറ്റൊരു പാറ്റേൺ ആണ്, അത് അല്ലാതെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മറ്റൊരു രീതിയാണ്. അത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറയാറാണ് പതിവ്. ഈ പ്രാവശ്യം ഒരുപക്ഷെ കുറഞ്ഞേക്കാം. എന്നാൽ പോലും ഈ ഒട്ടും താല്പര്യമില്ലാതെ കാരണം ഒരു 8 മാസത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. MLA തെരഞ്ഞെടുത്താൽ 8 മാസം കഴിഞ്ഞ് വീണ്ടും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. പക്ഷേ അത്തരമൊരു വിരക്തി പലരുടെയും പ്രതികരണങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തായാലും അവർ ആവേശത്തോടു കൂടി തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ഞങ്ങളുടെ അവകാശമാണ്, അഭിമാനമാണ്, മാത്രമല്ല ഞങ്ങൾക്ക് വലിയ ആവേശമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് എന്നത് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം തരംഗമാണോ അല്ലെങ്കിൽ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഫലം വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ ഇതിനു മുൻപ് ഒരു ത്രികോണ മത്സരം എന്ന തലത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല. മാത്രമല്ല ഡയറക്റ്റ് ഫൈറ്റാണ്. LDF-ഉം UDF-ഉം തമ്മിൽ ഡയറക്റ്റായിട്ട് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ